ഡിസ്കസ് ചെയ്യുന്നത് ക്വാളിറ്റീസ് ആൻഡ് ക്വാളിഫിക്കേഷൻ ഓഫ് പ്രൊഫഷണൽ ഓഡിറ്റർ ആണ്. അതിൽ മെയിൻലി 3 പോയിൻറ്റ്സ് ആണുള്ളത്: പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ, പ്രൊഫഷണൽ ക്വാളിറ്റീസ്, പേഴ്സണൽ ക്വാളിറ്റീസ്. ഫസ്റ്റ് നമുക്ക് എന്താണ് പ്രൊഫഷണൽ ക്വാളിറ്റീസ് എന്ന് നോക്കാം. In the case of sole trading concern and partnership, the law has not prescribed any qualification for the auditor. ഒരു സോൾ പ്രൊപ്പറേറ്റർ ഫേം അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഓഡിറ്റ് ചെയ്യുമ്പം ഒരു സ്പെസിഫൈഡ് ക്വാളിഫിക്കേഷൻ ഓഡിറ്റർക്ക് വേണമെന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല. പക്ഷേ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവർ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ തന്നെയാണ് അപ്പോയിൻറ്റ് ചെയ്യേണ്ടത് ഫോർ ഓഡിറ്റിംഗ്. He must pass Chartered Accountants examination conducted by the ICAI. To be entitled to practice, a Chartered Accountant should obtain a certificate of practice from the Council of ICAI on payment of a prescribed annual fee. ഫസ്റ്റ് പോയിന്റിൽ എന്താണ് പറയുന്നത്? ഒരു സോൾ ട്രേഡിംഗ് കൺസേൺ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ ഓഡിറ്റർക്ക് അങ്ങനെ ഒരു പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻ പറയുന്നില്ല. പക്ഷേ എന്നാൽ ഓഡിറ്റേഴ്സ് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീൻ്റെ കേസാണെങ്കിൽ ഓഡിറ്റർ എന്ന് പറയുന്ന ആൾ എന്തായാലും ചാർട്ടേഡ് അക്കൗണ്ടൻസി എക്സാമിനേഷനൊക്കെ പാസ്സായിട്ടുള്ള ശരിക്കുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് CA ആയിരിക്കണം. പിന്നെ പറയുന്നത് ഈ CA എന്ന് പറയുന്ന ആൾ എപ്പോഴും എക്സാം ചാർട്ടേഡ് അക്കൗണ്ടൻസി എക്സാമിനേഷൻ പാസ്സായിരിക്കണം. പിന്നെ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസും ICAI കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസും കൂടെ വേണം. പിന്നെയുള്ളത് ഈ ICAIയിൽ 2 ടൈപ്പ് കാറ്റഗറീസിലുള്ള മെമ്പേഴ്സ് ഉള്ളത്: അസോസിയേറ്റ്സും ഫെലോസും. എ പേഴ്സൺ ഈസ് റിഗാർഡഡ് ആസ് ദി അസോസിയേറ്റ് മെമ്പർ ഓഫ് എൻ ഇൻസ്റ്റിറ്റ്യൂട്ട് when his name is entered in the member register maintained by the institute. This entitles him to use the letters ACA after his name. ഈ അസോസിയേറ്റ് അല്ലെങ്കിൽ ഫെലോസ് എന്ന് പറയുന്ന 2 കാറ്റഗറീസ് ഓഫ് മെമ്പേഴ്സ് ഉള്ളത്. അസോസിയേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ, അതായത് ICAIൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള മെമ്പർ രജിസ്റ്ററിൽ ഇവരുടെ പേര് എൻ്റർ ആയിട്ടുണ്ടെങ്കിൽ, അതായത് അസോസിയേറ്റ് മെമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു പേഴ്സണെ നമ്മൾ അസോസിയേറ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ്? അവരുടെ പേര് അവരുടെ മെമ്പേഴ്സ് രജിസ്റ്ററിൽ ഉണ്ടെങ്കിൽ അതിന് അവർ പറയുന്നത് അസോസിയേറ്റ്. അപ്പോൾ അങ്ങനെ മെമ്പർ രജിസ്റ്ററിൽ അവരുടെ പേര് ആഡ് ആയിട്ടുണ്ടെങ്കിൽ ACA എന്നുള്ള ഒരു വേർഡിങ്സ് അവരുടെ നെയിമിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇനി ഒരു അസോസിയേറ്റ് കണ്ടിന്യൂസ് ആയിട്ടൊരു പ്രാക്ടീസ് ഇന്ത്യയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നു ഫോർ അറ്റ്ലീസ്റ്റ് 5 years അണ്ടർ എനി അതർ അസോസിയേറ്റ്, വേറൊരു അസോസിയേറ്റിൻ്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആ ഒരാളെ നമ്മൾ ഫെലോ എന്നാണ് പറയുന്നത്. അപ്പോൾ FCA എന്നുള്ള ഒരു വേർഡിങ്സ് അവരുടെ നെയിമിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വൺ പറയുന്നത് പ്രൊഫഷണൽ ക്വാളിറ്റീസ് അല്ലെങ്കിൽ പേഴ്സണൽ ക്വാളിറ്റീസ് ഓഫ് ആൻ ക്വാളിഫിക്കേഷൻ ഓഫ് ആൻ ഓഡിറ്റർ. ഇപ്പം നമ്മൾ പറഞ്ഞത് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനാണ്. ഇനി ക്വാളിറ്റീസ്: ദി ഓഡിറ്റർ മസ്റ്റ് ഹാവ് എ കംപ്ലീറ്റ് ആൻഡ് തറോ നോളേജ് ഓഫ് പ്രിൻസിപ്പിൾ, തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് അക്കൗണ്ടൻസി. അപ്പോൾ ഈ പറയുന്ന ഓഡിറ്റർക്ക് എന്ത് വേണം? അക്കൗണ്ടൻസിയിൽ അത്രത്തോളം നോളേജ്, തറോ നോളേജ് വേണം. അത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആയാലും തിയറി ആയാലും പ്രാക്ടീസ് ആയാലും തറോ ആയിട്ടുള്ള നോളേജ് ഈ പറയുന്ന ഓഡിറ്റർക്ക് ആവശ്യമാണ്. ഓഡിറ്റർ മസ്റ്റ് ബി ഫെമിലിയർ വിത്ത് ദ ഡിഫറെൻറ്റ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആൻഡ് ദർ ആസ്പെക്ട്സ്. He must be well versed with all branches of accounting. He should be aware of latest developments in the field of accounting. ഓരോ അപ്ഡേറ്റ്സ് വരുന്ന സമയത്തും ഈ നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് അതെല്ലാം ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ്സ് എല്ലാം അവർ മനസ്സിലാക്കി അവെയർ ആയിരിക്കണം. അതുപോലെ അക്കൗണ്ടിങ്ങിൻ്റെ ഓരോ ബ്രാഞ്ചസുമായിട്ട് വെൽ വേഴ്സ്ഡ് ആയിട്ട് അവർ നോളേജ് ഉണ്ടാവണം. നെക്സ്റ്റ് പോയിന്റ്: he should have a thorough knowledge in various legislation regulating business such as Companies Act, Partnership Act, Banking Insurance Act. അങ്ങനെ ഒരുപാട് ലെജിസ്ലേഷൻസിൽ, അതായത് പാർട്ട്ണർഷിപ്പ് ആക്ട്, കമ്പനീസ് ആക്ട്, പിന്നെ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട്, അങ്ങനെയുള്ള ഒരുപാട് ആക്റ്റുകൾ പഠിക്കണം. എന്നാലേ അതിനനുസരിച്ചിട്ട് കമ്പനി ഓരോന്ന് ചെയ്യുന്നുണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. The auditor should have a thorough knowledge of the technique of auditing. He should be careful, aware of new changes and developments in the principle and practice of auditing. ഓഡിറ്റിങ്ങിലും ഈ
ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിന് തറോ നോളജ് വേണം. ഓഡിറ്റിംഗ് ടെക്നിക്സിനെ കുറിച്ചിട്ട് പുതിയ ഡെവലപ്മെൻറ്റ്സ് ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവെയർ ആയിരിക്കണം. ദ ഓഡിറ്റർ മസ്റ്റ് ബി ഫെമിലിയർ വിത്ത് ദ കമ്പ്യൂട്ടർ അക്കൗണ്ടിങ് ആൻഡ് അതർ ഓട്ടോമാറ്റിക് മെഷീൻ ഡിവൈസസ് യൂസ്ഡ് ഇൻ ദ ഓഫീസ്. അപ്പോൾ ഒരു ഓഫീസിൽ ഇപ്പോഴെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അപ്പോൾ അവിടെ ഉള്ള കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യാനുള്ള ടെക്നിക്കൽ നോളജും ആർക്ക് വേണം? ഓഡിറ്റർക്ക് വേണം. അപ്പോൾ ഇതെങ്ങനെയാണ് അവരുടെ അക്കൗണ്ട്സൊക്കെ ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയിരിക്കും അല്ലേ, അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഓഡിറ്റ് ചെയ്യുക, അതിൻ്റെ റിപ്പോർട്ട്സൊക്കെ എങ്ങനെയാണ് എടുക്കുക എന്നുള്ളതൊക്കെ ടെക്നിക്കലി ഓഡിറ്റർക്ക് നോളജ് വേണം. In addition to the knowledge of commercial laws, an auditor should have a thorough knowledge of various provisions relating to income tax, wealth tax, GST, gift tax etc. ഒരുപാട് ആക്റ്റുകൾ പഠിച്ചിട്ട് കാര്യമില്ല, ആക്റ്റുകൾ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, കുറച്ച് പ്രൊവിഷൻസും കൂടി പഠിക്കണം. അതായത് ഇൻകം ടാക്സ് എത്രത്തോളം, പിന്നെ ഇൻകം ടാക്സ് എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്, വെൽത്ത് ടാക്സ്, GST കാൽക്കുലേഷൻ എല്ലാം ഓഡിറ്റർ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. Auditor should be familiar with the principle of economic laws because the business has to work with some specific economic laws and social environment and its influence visible into business. ഓഡിറ്റർ എപ്പോഴും എക്കണോമിക്സ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് എല്ലാം ഫെമിലിയർ ആയിരിക്കണം വിത്ത് ദ പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക് ലോസ്. കാരണം ബിസിനസ് ഒരു എക്കണോമിക് സോഷ്യൽ എൻവയോൺമെൻറ്റിലാണ് ആ ബിസിനസ് ഉള്ളത്. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള ലോസും കാര്യങ്ങളും പ്രിൻസിപ്പിളൊക്കെ ഓഡിറ്റർ മനസ്സിലാക്കണം. Auditor should have a knowledge in statistics and mathematics which will help him to deal with complicated problems. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യും. അങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സും മാത്തമാറ്റിക്കൽ ടെക്നിക്സൊക്കെ യൂസ് ചെയ്തിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓഡിറ്റർക്ക് എന്തറിയണം? സ്റ്റാറ്റിസ്റ്റിക്സും മാത്തമാറ്റിക്സിലെല്ലാം നല്ല ഗുഡ് നോളേജ് വേണം. He must study important judgments in audit cases which will help him to define the duties, responsibilities and liabilities of an auditor. ശരിക്കും ഓഡിറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഓഡിറ്റർക്ക് എന്തൊക്കെ ഡ്യൂട്ടീസ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, എന്തൊക്കെ ലയബിലിറ്റീസ് ഉണ്ട് എന്നെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റഡി ചെയ്യണം ഓഡിറ്റർ. Auditor should have a good knowledge in business organization, financial administration and industrial management. അതായത് ഇപ്പോൾ ഒരു ഓഫീസിൽ നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പം ആ ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ, ഇൻഡസ്ട്രിയൽ മാനേജ്മെൻ്റ് ഒക്കെ ഗുഡ് നോളേജ് അതിനെക്കുറിച്ച് ഉണ്ടാവണം. എന്നാലേ ഓഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് റിപ്പോർട്ട്സ് കുറച്ചും കൂടെ പ്രോപ്പറായിട്ടുള്ള റിപ്പോർട്ട് ഓഡിറ്റർക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓഡിറ്റർ ഷുഡ് ഹാവ് നോളജ് ഇൻ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഓഫ് ബിസിനസ് ആൻഡ് ഓഡിറ്റ്. അപ്പോൾ ഇപ്പോൾ കുറേ ബിസിനസ് സ്ഥാപനങ്ങൾ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഡിറ്റർക്ക് ഉണ്ടാവും. അപ്പോൾ ഒരു പർട്ടിക്കുലർ ബിസിനസ്സിലൊക്കെ നോക്കുന്ന സമയത്ത് അവിടെ ഡീറ്റെയിൽസൊക്കെ അവരുടെ ടെക്നിക്കലായിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ ഒരു നോളേജ് വേണമെന്നാണ് പറയുന്നത് ഓഡിറ്റർക്ക്. ഇപ്പം നമ്മൾ പ്രൊഫഷണൽ ക്വാളിറ്റീസും പിന്നെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനും ആണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പേഴ്സണൽ ക്വാളിറ്റീസ്. ഒരു ഓഡിറ്റർക്ക് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പേഴ്സണൽ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഇപ്പം നമ്മൾ പറഞ്ഞത് പ്രൊഫഷണൽ ആയിട്ടുള്ള, അതായത് CA കണക്റ്റ് ആയിട്ടുള്ള, അതായത് CA പാസ്സാവണം, ബിസിനസ്സിൽ അക്കൗണ്ടിങ്ങിൽ നോളജ് വേണം, അങ്ങനെ പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇനി പേഴ്സണൽ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹോണസ്റ്റി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഹോണസ്റ്റി ആണ്. കാരണം auditor must be honest in his work. If he has to carry out his duties successfully, he has to maintain a good moral standard. ഒരു ബിസിനസ്സുമായിട്ട് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഹോണസ്റ്റ് വേണം. കാരണം അത്രയും സത്യസന്ധതയോട് കൂടിയിട്ടാണ് അത് ചെയ്യേണ്ടത്. ടാക്റ്റ്ഫുൾ. The auditor should be tactful in dealing with the client's staff. ടാക്റ്റ്ഫുൾ മീൻസ് നന്മയുള്ള, അതായത് ക്ലയൻറ്റ് സ്റ്റാഫിൻ്റെ അടുത്ത്, അതായത് ഇപ്പോൾ ഓഫീസിൽ വേറൊരു ബിസിനസ്സിൻ്റെ ഓഡിറ്റ് വർക്ക് ചെയ്യുമ്പോൾ അവിടെയുള്ള സ്റ്റാഫിനോട് കുറച്ചും കൂടി ടാക്റ്റ്ഫുൾ ആയിട്ടുള്ള ബിഹേവിയർ ഉണ്ടാവുക. പിന്നെ എബിലിറ്റി ടു വർക്ക് ഹാർഡ്. ഓഡിറ്റർ എപ്പോഴും ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. മീൻസ് വില്ലിങ്നെസ് ടു വർക്ക് ഹാർഡ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. ഇംപാർഷ്യൽ, അതായത് ഓഡിറ്റർ ഷുഡ് നോട്ട് ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ എനി ബയാസ് ഇൻ ഡിസ്ചാർജിങ് ഹിസ് ഡ്യൂട്ടീസ്. അതായത് ഇന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ അവർക്ക് കുറച്ചും കൂടെ പ്രോഫിറ്റബിൾ എന്ന രീതിയിൽ ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇംപാർഷ്യൽ ആയിരിക്കണം. പിന്നെ കോഷ്യസ് ആൻഡ് വിജിലൻ്റ്. എപ്പോഴും വിജിലൻ്റ് ആയിരിക്കണം, കോഷ്യസ് ആയിരിക്കണം. അതായത് അവരുടെ ഐസ് എപ്പോഴും അലേർട്ട് ആൻഡ് ഓപ്പൺ ആയിരിക്കണം എന്നാണ് പറയുന്നത്.
മെത്തോഡിക്കൽ, he must perform his duties methodically and should be thorough and complete in his work. വർക്കൊക്കെ നല്ല മെത്തേഡ്, എന്താ പറയുക, നല്ല ഫോമാറ്റിൽ ചെയ്യണം, എന്താ മെത്തോഡിക്കലായിട്ട് ചെയ്യണം. പിന്നെ എബിലിറ്റി ടു ട്രേസ് ഔട്ട് ഫാക്റ്റ് ആൻഡ് ഫിഗേഴ്സ്, ആ ബിസിനസ്സിലുള്ള കാര്യങ്ങൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡിലൂടെ അവരുടെ ഫാക്ട്സ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു എബിലിറ്റി, ഒരു ക്വാളിറ്റി വേണം. ഓൾവേസ് ഇൻക്യൂസിറ്റീവ്, the auditor should not be suspicious, he should be always inquisitive, he should not adopt an attitude of suspicion. that means ഒരു ബിസിനസ്സിൻ്റെ എന്താണ്, ഒരു ബിസിനസ്സിന് നമ്മൾ എന്താണ് സംശയാസ്പദമായ രീതിയിലല്ല കാണേണ്ടത്, അതാണ് സസ്പീഷ്യസിൻ്റെ മീനിങ്. അല്ലാതെ അവർക്ക് ഒരു എന്താണ് അവരുടെ ബിസിനസ്സിലുണ്ടായ കാര്യങ്ങൾ നമ്മൾ എന്താണ് അന്വേഷിക്കുകയാണ്, അല്ലെ, നമ്മൾ ഓഡിറ്റർ അന്വേഷിച്ചിട്ട് അതിലൊരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. എന്നിട്ട് അതും പിന്നെ അവരുടെ അടുത്തുള്ള അക്കൗണ്ട്സും കൂടെ ചെക്ക് ചെയ്തിട്ടാണ് അവർ പിന്നീട് എന്താ ടാക്സൊക്കെ പേയ്മെൻറ്റ് അങ്ങനെയൊക്കെ വരുന്നത്. അപ്പം ഇൻക്യൂസിറ്റീവായിട്ടാണ് ചിന്തിക്കേണ്ടത്. അത് അന്വേഷണത്തിൻ്റെ രീതിയിലാണ്, അല്ലാതെ എന്താണ് ഈ സംശയിക്കുന്ന രീതിയിലല്ല എന്ത് ചെയ്യേണ്ടത്, അങ്ങനെ ഒരു ബിഹേവിയർ അല്ല ഓഡിറ്റർക്ക് വേണ്ടത്. പിന്നെയുള്ളത് കറേജ്. ദ ഓഡിറ്റർ ഷുഡ് ബി ബോൾഡ് ഇനഫ് ടു ഡിസ്ചാർജ് ഹിസ് ഡ്യൂട്ടീസ്, ഹീ ഷുഡ് നോട്ട് സർട്ടിഫൈ വിച്ച് ഹി ഡൗട്ട്സ് ടു ബി ജെനുവിൻ. അതായത് കറേജ് ആയിരിക്കണം, ധൈര്യത്തോട് കൂടിയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കണം. കാരണം അവരുടെ ഡ്യൂട്ടീസ് അത്രത്തോളം എന്താണ് എത്രത്തോളം ടഫായിട്ടുള്ള ഡ്യൂട്ടീസ് ആയിരിക്കും ഓഡിറ്റർക്ക് ഉണ്ടാവും. അപ്പോൾ അത്രയും കറേജോടുകൂടി ചെയ്യണം. ഓൾവേസ് ടു മെയിൻറ്റെയിൻ സീക്രട്സ്, എപ്പോഴും സീക്രട്സ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ബിഹേവിയറാണ്. കാരണം ഒരു ബിസിനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും ഓഡിറ്റർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആ ബിസിനസ്സിലുണ്ടാകുന്ന സീക്രട്സൊക്കെ സൂക്ഷിക്കാനുള്ള ഒരു ബിഹേവിയർ, ഒരു എബിലിറ്റി, ഒരു ക്വാളിറ്റി ഓഡിറ്റർക്ക് ഉണ്ടാവണം. എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ്, നല്ല എന്താണ് ഫോഴ്സ്ഫുള്ളി, പ്രിസൈസ്ലി, കൺസൈസ്ലി, കറക്റ്റ്ലി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയുക ക്വാളിറ്റി ഓഡിറ്റർക്ക് അത്യാവശ്യമാണ്. കോമൺ സെൻസ്, പിന്നെയുള്ളത് ഓഡിറ്റർ ഷുഡ് പോസസ് എ കോമൺ സെൻസ്. ദ ഓഡിറ്റർ ഷുഡ് ഹാവ് എ ഫുൾ ഷെയർ ഓഫ് ദി മോസ്റ്റ് വാല്യുബിൾ കമ്മോഡിറ്റി കോമൺ സെൻസ്, ബട്ട് ഇറ്റ് ഈസ് നോർമലി വെരി മച്ച് അൺകോമൺ ഇൻ മാൻ. അപ്പോൾ നമുക്കറിയാം കോമൺ സെൻസ് വേണം, അതായത് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കാനുള്ള കോമൺ സെൻസ് ഓഡിറ്റർക്ക് ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ആൻഡ് ഷുഡ് ഹാവ് എ ഫുൾ ഷെയർ ഓഫ് ദ മോസ്റ്റ് വാല്യുബിൾ കമ്മോഡിറ്റി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്ററിൽ വരുന്നത്. 3 ടൈപ്പാണ് ഉള്ളത്. ഒന്ന് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ, പിന്നെ പ്രൊഫഷണൽ ക്വാളിറ്റീസ്, പിന്നെ പേഴ്സണൽ ക്വാളിറ്റീസ്. ക്വാളിറ്റീസ് ആൻഡ് ക്വാളിഫിക്കേഷൻ ഓഫ് ആൻ പ്രൊഫഷണൽ ഓഡിറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 3 പോയിൻറ്റ്സ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും.